കാടറിഞ്ഞ് കാട്ടാറിൻ്റെ കരയിലൂടെ ഒരു യാത്ര, നാടും നഗരവും ചുട്ടുപൊള്ളുമ്പോൾ വനാന്തരത്തിലൂടെ ഒരു യാത്ര. കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ടോ? അത്തരത്തിൽ ഒരു യാത്ര ഒരുക്കിയിരിക്കുകയാണ് വനംവകുപ്പ്. അതിരപ്പള്ളിയിലെ വനത്തിലൂടെ മണിക്കൂറുകൾ നീളുന്ന ജംഗിൾ സഫാരിക്ക് മികച്ച പ്രതികരണമാണ് സഞ്ചാരികളിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്നത്തെ വാർത്താദിനം തുടങ്ങുമ്പോൾ നമുക്ക് ഈ ചൂടിനിടയിൽ അല്പം കുളിരു പകരുന്ന ഒരു സഞ്ചാര വാർത്ത കേട്ടുവരാം. 4.5 മണിക്കൂർ 37 കിലോമീറ്റർ അതിരപ്പള്ളിയുടെ വനസൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാം. വനംവകുപ്പൊരുക്കുന്ന അതിരപ്പള്ളിയിലെ ജംഗിൾ സഫാരിയിലൂടെ. ആദ്യ 3 കിലോമീറ്റർ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പ്രദേശത്തോടുകൂടി, പിന്നീടാണ് വനത്തിലേക്ക് കടക്കുന്നത്. വഴിയരികിൽ യാത്രികർക്കായി കാത്തിരിക്കുന്നത് ആനയും കാട്ടുപോത്തും തുടങ്ങിയ വന്യജീവികൾ. വനത്തിൻ്റെ വന്യത നമുക്ക് നേരിട്ട് അടുത്ത് ആസ്വദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആന, കാട്ടുപോത്ത് ഇങ്ങനെയുള്ള മൃഗങ്ങളെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മനോഹരമായ ഒരു ഇതുവരെ ആരും കാണാത്ത ഒരു ദൃശ്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വെക്കേഷൻ ആയതോടുകൂടി ഭയങ്കരമായിട്ട് ബുക്കിംഗാണ്. മൃഗങ്ങളുടെ കാഴ്ചയ്ക്ക് ശേഷം എത്തിച്ചേരുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനരികിൽ. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു സുന്ദരമായ ദൃശ്യം നമുക്ക് സമ്മാനിക്കുകയാണ് ജംഗിൾ സഫാരി. ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ, അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ. എറണാകുളവും തൃശ്ശൂരും അതിരിടുകയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതിനുശേഷം കൊടുങ്കാടിന്റെ വന്യതയിലൂടെ വീണ്ടും യാത്ര തുടങ്ങുകയായി. 4.5 മണിക്കൂർ നീളുന്ന ജംഗിൾ സഫാരി സമാപിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക കാഴ്ചകളുമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമക്കോടിനൊപ്പം റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ, തൃശ്ശൂർ.